ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്. തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? ആഹാ, നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ? അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ? എന്റെ നിലവാരം ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ. ആഹാ, നിന്റെ സോപ്പേ കാണിച്ചാലടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കെ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്. ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ. ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. നീ പോകരുത്. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ. നീ പോട്ടാ, എന്റെ ചന്തി അടിച്ച. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല. തുമ്മിച്ചാവടാ. പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആഹാരം അയക്കാനുള്ള കത്തൊക്കെ. മോളുടെ പേരെന്തുവാ? ജീന. അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കുറച്ച് എന്തെങ്കിലും ഉണ്ടോ ഇവിടേക്ക് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കേട്ടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു. എനിക്ക് എന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയാ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചെ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ ചെയ്യില്ല. പുറത്തുനിന്ന് ആളോ ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവുന്ന മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? ആ, അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി. എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സാർ, എന്താണ് സാർ? താനാണോ പവിത്രൻ? പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല. താൻ കയറ്. അല്ല, ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? നീയാണോ ക്ലൗണിലെ കെയർടേക്കർ? കെയർടേക്കർ മാത്രമല്ല, അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി സെക്യൂരിറ്റിയും കൂടി. അതിനാ നിനക്ക് വീടും കൂടിയൊന്നുമില്ലേ? അല്ല സാറേ, അത് അസോസിയേഷന്റെ തീരുമാനം. പിന്നെ എനിക്ക് മുന്നേ നിന്ന് സെക്യൂരിറ്റി അവന് ചെറുപ്പത്തിൽ. നിന്റെ പെർഫോമൻസ് ആണ് നല്ല വിളിപ്പിച്ചത്. ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ്, ഞാനിവരെ അവിടെ വന്നിട്ട് പോണു. അവിടെ 7Cയില്. എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷൻ ആണോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ടാ അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ. തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ. ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ
സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരിയല്ലേ കണ്ടുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ദേ, ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ നിങ്ങൾക്കൂല അമ്മയും പെങ്ങന്മാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഒരു സ്ത്രീയുടെ മൗത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് ഞാനകട്ടിലാണത്. ഞാൻ ഇങ്ങനോട് വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പൊ എന്താ വേണ്ടേ? മുടി അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട. ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. എന്താ? അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? എന്നാലും എന്ത് ചതിയാ ചേർത്ത് എന്നോട് ചെയ്തത്? നിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുറുക്കി തുപ്പാൻ പാടില്ല. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അല്ല, നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കുക? എന്തറിഞ്ഞ? രാത്രി എൻ്റെ കൂടെ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ. രാത്രിയിലോ? ആരുടെ കൂടെ? വൈകിട്ട് 6 മണി, കാലത്ത് 7 മണി. അതിനിടയിൽ ഇവിടെങ്ങാനും വന്നാ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്നാലും എന്റെ സ്വകാര്യതയ്ക്ക് വേറെ ആൾ എത്തി നോക്കും. ഒരു സ്വകാര്യത ഇവിടെ നടക്കത്തില്ല. 6 മണിക്ക് ശേഷം ഈ പരിസരത്ത് നിന്നെ കണ്ട SI മറിയാമ്മ ആരാന്ന് നീ അറിയും. പെട്ടിയും പട്ടിയും റോഡിൽ കിടക്കും. ഡെപ്പോസിറ്റ് പോലും തരികയില്ല, പറഞ്ഞേക്കാം. ഇനി എന്ത് ഡെപ്പോസിറ്റ്? മാനം മുഴുവൻ പോയില്ലേ? നിങ്ങളൊരു പുരുഷനാണെന്ന ധാരണയിലാണ് ഞാൻ അത്രയും പരുഷമായി പെരുമാറിയത്. ക്ഷമിക്കണം. ഞാൻ പവിത്രൻ, കുഴപ്പക്കാരനൊന്നല്ലാട്ടോ. ഒരു പഴയ NRI. ഇപ്പൊ ഇവിടെ വലിയൊരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസറാ. എന്നാലും നിനക്കൊരു ക്ലൂ. മുണ്ടൂരല്ലേ? പുതിയ പാട്ട് ടീച്ചർ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഓ, കണ്ടായിരുന്നു. സുന്ദരിയാ. സുന്ദരിയാ? സുന്ദരിയാ? അയ്യ, സുന്ദരി അത്ര സുന്ദരിയൊന്നുമല്ല. കാണാൻ നല്ലതാ, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നല്ല പെരുമാറ്റമാ. നമ്മളെന്താ പിന്നെ മോശക്കാരാണോ?
സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? ആ വലിയ ആഡംബര ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. 5-6 വർഷമായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. ഇവൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ബ്രോ എന്നാണ് അവന്റെ പേര്. തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി. ബ്രോയും നല്ലതാണ്. ഞങ്ങളിപ്പം നല്ല കൂട്ടായി. എന്താ ഇവിടെ? ക്ലാസ് ഉണ്ടായിരുന്നേ. ഓ ഫ്ലാറ്റിലേക്കാണോ? ഓ എന്നാ ഞാനും വരാം. അല്ല, ഞാൻ നടന്നാ പോണേ. സ്കൂട്ടറിലോ? വിട്ടോ. ഫ്ലാറ്റ് എത്തി. നീ നടന്നു നോക്കോട്ടെ. അപ്പൊ വരണില്ല? അല്ല, ടയർ പഞ്ചറായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പഞ്ചറായാലോ? ഞാൻ ഒട്ടിച്ചിട്ട് വരാം. അയ്യോ, പെന്നെ കൊണ്ട് പോയേനെ. നീ എനിക്കെതിരെ സാക്ഷി പറയുന്നോടാ? നിന്റെ മൊഴി കാരണമാണ് ഞാൻ തൂങ്ങിയ. ഈ ജീപ്പ് നെഞ്ചത്തോടെ ഞാൻ കയറ്റി ഇറക്കും. കേട്ടോടാ? കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ, അതിന്റെ ഡ്യൂട്ടിയാ. എന്ത് ഡ്യൂട്ടി? വാട്ട് ഫ്രീക്കിംഗ് ഡ്യൂട്ടി? ആ ഗേറ്റിന് കാവലിക്കുന്നല്ലേ നിന്റെ ഡ്യൂട്ടി? അതിന് വന്നവരെ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ കാശുള്ളവന്റെ കൈ കയറി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോടോ? അല്ലെങ്കിലും കാശുള്ളവന്മാരെ കാണുമ്പോഴേ ഇവനൊക്കെ ഒരു ക്രിമികടിയുള്ളതാ. പിന്നെ നിന്റെ ഈ ഡബിൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് നീ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്ക്. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ. എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതേ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ. നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തൂണ്ടി പുറത്തിടുമ്പോട്ടല്ലോ നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റയ്ക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണെങ്കിൽ അടിമ പണിയുക. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാജാവാടാ. നമ്മളെയൊക്കെ പോലെ തന്നെ ആരുടെയെങ്കിലും ജാട അഹങ്കാരമൊക്കെ സഹിച്ച് ജീവിക്കുകയായിരിക്കും. രാത്രി സുഖമായിട്ട് ഉറങ്ങെങ്കിലും ചെയ്യട്ടെ. കട്ടില് താനും ഉപയോഗിച്ചോളൂ.
നിലത്ത് കിടന്ന് വെറുതെ നടുവേന വരുത്തണ്ട. ഉറങ്ങുമ്പോഴെങ്കിലും നമുക്കൊരു ഗമയൊക്കെ ഇരിക്കട്ടെ. കട്ടിലിന് നന്ദി. ഗമയൊട്ടും കുറയ്ക്കാതെ ഉറങ്ങി. കട്ടിലിന് പാരായി ഒരു നേരത്തെ ഭക്ഷണം. ഓട്സ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇനി കട്ടിലിൽ തന്നെ കിടക്കണം. ഒരു നേരത്തെ നല്ല ആഹാരത്തിനായി പ്രതീക്ഷയോടെ പവിത്രൻ. അതെ, നമുക്ക് ഈ ഉപ്മാവൊന്ന് മാറ്റി പിടിച്ചാലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളും വാങ്ങിച്ചു വെക്കണം. പേടിക്കണ്ട, ചെലവ് നമുക്ക് ഷെയർ ചെയ്യാം. എന്താ? പ്രതീക്ഷയോടെ ഇരിക്കുന്ന പവിത്രന് മനസ്സിലായോ ആവോ? മനസ്സിലായി, മനസ്സിലായി. ഈ പാക്കിംഗ് ഇതുവരെ തീർന്നില്ലേ? ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയിട്ടുള്ളോ? ഇനി ഇത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് എപ്പോ തീരും? ഇപ്പൊ 1 മണി 2 മണിക്ക് എല്ലാം തീർക്കണം. നോ എക്സ്ക്യൂസ്. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നുന്നു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കോ? എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ എടുത്തോളാം. ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനാണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്കാ. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം. മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ബില്ല് ഭയങ്കരമായിട്ടൊന്ന് കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായ ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്. വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുടം കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി. ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയേട്ടവൻ.